ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ റൂബിക്സ് ക്യൂബിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഈ മഞ്ഞയ്ക്ക് ചുറ്റും എങ്ങനെയാണ് ഒരു ക്രോസ് നിർമ്മിക്കുന്നത് എന്നും പിന്നീട് ഈ വൈറ്റ് എങ്ങനെയാണ് ക്രോസ് ആക്കുന്നതും കണ്ടു. ആ വീഡിയോ കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഇനി നമുക്ക് ഈ താഴത്തെ ഭാഗം വൈറ്റ് മുഴുവനാക്കുകയും അതോടൊപ്പം തന്നെ ഈ താഴത്തെ ലെയർ നമുക്ക് സോൾവ് ചെയ്യുകയും വേണം. അതെങ്ങനെയെന്ന് നോക്കാം. ഇതിപ്പോൾ 2 സ്റ്റെപ്പും കഴിഞ്ഞ ശേഷമുള്ള 3ാമത്തെ സ്റ്റെപ്പാണ്, അത് ശ്രദ്ധിക്കുക. ഇനി ഈ വൈറ്റ് ഭാഗം ടോപ്പ് കോർണറിന് വൈറ്റ് ഉണ്ട്, ഇവിടെ ടോപ്പ് കോർണറിന് വൈറ്റ് ഉണ്ട്, പിന്നെ ഈ താഴെ കോർണറിലും വൈറ്റ് ഉണ്ട്. ഈ താഴത്തെ കോർണറിൽ വൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രശ്നമല്ല, ഈ ടോപ്പ് കോർണറിൽ വൈറ്റ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. അത് ഈ ടോപ്പ് കോർണറിൽ വൈറ്റ് ഉള്ളത് സൈഡ് ഭാഗം ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ ഈ ഓറഞ്ച് ഇവിടെ ആദ്യം മാച്ച് ആക്കണം. മാച്ച് ആക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അപ്പോൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് എപ്പോഴാണോ ഇവിടെ ഈ ഓറഞ്ച് ആവുന്നത് അപ്പോഴേ ഈ സൈഡ് മാച്ച് ആവുകയുള്ളൂ. അതായത് ഈ ഓറഞ്ചും ഈ സെൻറ്റർ പോർഷൻ ഓറഞ്ച് വന്നാലേ മാച്ച് ആവുകയുള്ളൂ. ശ്രദ്ധിക്കുക. ഇതാ ഇപ്പോൾ മാച്ചായി. ഇപ്പോൾ ഈ വൈറ്റ് പീസ് ഇതിൻ്റെ സൈഡ് ഭാഗം ഓറഞ്ചാണ്, ഇവിടെ ഈ ഓറഞ്ച് മാച്ചായി. എന്നിട്ട് ഈ വലത് ഭാഗത്താണ് വൈറ്റ് പീസ് ഉള്ളത്, അതുകൊണ്ട് ഇത് ഇടത്തോട്ട് തിരിക്കുക. എന്നിട്ട് ഏത് ഭാഗത്താണോ ഉള്ളത്, ഏത് ഭാഗത്താണോ വൈറ്റ് പീസ് ഉണ്ടായിരുന്നത് ആ ഭാഗം മുകളിലേക്ക് തിരിക്കുക. ആ പീസ് മാത്രം മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് ടോപ്പ് ലെയർ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് അത് വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇതാ ഈ മുകളിലുള്ള ഈ വൈറ്റ് പീസ് ഇവിടെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് എവിടെയാണ് ഉള്ളത് എന്ന് നോക്കാം. ഇതാ ഇവിടെ ഒരു വൈറ്റ് ഉണ്ട്. ആദ്യം ഈ വൈറ്റിൻ്റെ സൈഡ് ഭാഗത്തുള്ള പീസ് റെഡാണ്. റെഡ് ഇവിടെ വൈറ്റ് ഉള്ളത് കൊണ്ട് ഈ സെൻറ്റർ പോർഷനും റെഡ് തന്നെ ആവണം. അപ്പോൾ തിരിച്ച് നോക്കാം. ഇതാ ഇങ്ങനെ തിരിച്ചാൽ ഇതാ ഇവിടെ റെഡ് വന്ന് ഈ മാച്ച് ആക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ഇപ്പോൾ നാം ചെയ്ത അതേപോലെ തന്നെ ഇവിടെ വൈറ്റ് പീസ് ടോപ്പ് കോർണർ വലത് ഭാഗത്തുള്ളത് കൊണ്ട് ഇത് ഇടത് ഭാഗത്തേക്ക് തിരിക്കുക. എന്നിട്ട് വലത് ഭാഗം മുകളിലേക്ക് ഒന്ന് തിരിക്കുക. എന്നിട്ട് ആദ്യം ഉള്ളത് എവിടെയാണോ അതേപോലെ തന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ട് വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. ഇതാ ഇപ്പോൾ ഏകദേശം വൈറ്റ് ഫില്ല് ആവാറായിട്ടുണ്ട്. ഇനി ടോപ്പ് കോർണറിൽ വൈറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ടോപ്പ് കോർണർ വൈറ്റ് ഉണ്ട്, ഇതാ ഇവിടെ വൈറ്റ് ഉണ്ട്, ഇവിടെ റെഡാണ് ഉള്ളത്. അപ്പോൾ ഈ ഭാഗം റെഡായതുകൊണ്ട് ഇവിടെയും റെഡ് തന്നെ വരണം. അപ്പോൾ ഇത് മാച്ച് ആക്കണം. ആദ്യം ഇത് മാച്ചായി. ഇതാ മാച്ച് എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് പീസിൻ്റെ അടുത്ത് റെഡാണുള്ളത്. അതുകൊണ്ട് ഈ റെഡും ഈ സെൻറ്റർ പോർഷനും ഒരേ കളറായിരിക്കണം. അതായത് ഇവിടെ റെഡ് ആണെങ്കിൽ ഇവിടെ റെഡ് വരണം, ഇവിടെ ബ്ലൂ ആണെങ്കിൽ ഇവിടെ ബ്ലൂ വരണം. മാച്ച് ആക്കിയതിന് ശേഷം ഇത് ഇടത് ഭാഗത്താണ് ഉള്ളത് ഈ വൈറ്റ് പീസ്, അതുകൊണ്ട് ഇത് വലത്തോട്ട് തിരിക്കുക. വലത്തോട്ട് തിരിച്ചിട്ട് ഈ ഇടത് ഭാഗം മുകളിലേക്ക് തിരിക്കുക. എന്നിട്ട് ആദ്യം ചെയ്തത് തിരിച്ച് അതേപോലെ കൊണ്ടുവരിക. ഇതാ ഇപ്പോൾ ഏകദേശം ഫില്ലാവാറായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മാച്ച് ആവാനുണ്ട്. ഇതാ ഈ വൈറ്റ് ഉണ്ട്, ഇവിടെ ഓറഞ്ചാണ്. അപ്പോൾ ഇവിടെ ഓറഞ്ച് വരണം. തിരിക്കുക. ഇവിടെ തിരിച്ചാൽ എപ്പോഴാണ് ഓറഞ്ച് വരുന്നത് അപ്പോൾ നിർത്തുക. ഇതാ ഇവിടെ ഈ സൈഡ് പീസ് ഓറഞ്ച്, ഇവിടെ സെൻറ്റർ പീസ് ഓറഞ്ച്, അപ്പോൾ മാച്ചായി. എന്നിട്ട് ഇത് ഇടത് ഭാഗത്തുള്ളത് കൊണ്ട് ഇത് ഇടത്തോട്ട് തിരിക്കുക. ഇടത് ഭാഗം മുകളിലേക്ക് തിരിക്കുക. ആദ്യം ചെയ്തത് തിരിച്ച് അങ്ങോട്ട് ചെയ്യുക. പിന്നെ ലാസ്റ്റ് ചെയ്യേണ്ടത് ആദ്യം ചെയ്ത സ്റ്റെപ്പ് തിരിച്ച് ഇങ്ങോട്ട് വയ്ക്കുക. ഇതാ കണ്ടോ, ഇപ്പോൾ ഈ താഴത്തെ ഭാഗം മുഴുവൻ വൈറ്റ് ഫില്ലായി. അതോടൊപ്പം തന്നെ ഈ താഴത്തെ ഫസ്റ്റ് ലെയറും നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇവിടെ ഗ്രീൻ സോൾവായി, ഇവിടെ ഓറഞ്ച് സോൾവായി, ഇവിടെ ബ്ലൂ സോൾവായി, ഇവിടെ റെഡ് സോൾവായി. കണ്ടില്ലേ? ഈ സ്റ്റെപ്പ് നല്ലവണ്ണം ചെയ്ത് പഠിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം.
അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. താങ്ക്സ്.